അണ്ടർപാസിന് സമീപമാണുള്ളത്. ഇവിടുന്ന് ബ്രിഡ്ജ് സൈറ്റ് വരെയും പിന്നെ തിരിച്ച് രാമച്ചമ്പിള ഓവർപാസിൻ്റെ സൈറ്റ് വരെയുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. ഇവിടെ ബ്രിഡ്ജ് സൈറ്റിന് സമീപമായിട്ടൊരു അണ്ടർപാസിൻ്റെ നിർമ്മാണം തുടങ്ങിയതായിട്ട് അറിഞ്ഞു. അതും കൂടെ ഒന്ന് നോക്കാനാണ് ഈ യാത്ര. കൊല്ലമ്പുഴ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് സൈഡ് വാൾ നിർമ്മാണമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും എർത്ത് വർക്ക്സ് ഇപ്പോൾ കാര്യമായിട്ട് നടക്കുന്നില്ല. ഇവിടെ തൊട്ട് മുന്നിലാണ് പുതിയ അണ്ടർപാസ് നിർമ്മാണം തുടങ്ങിയിരിക്കുന്നത്. അത് തോട്ടവാരം ഇടയാവണം കൊല്ലമ്പുഴ റോഡിലാണ് വന്നിരിക്കുന്നത്. മുന്നിലായിട്ട് ബ്രിഡ്ജ് സൈറ്റും അക്കരെ അപ്രോച്ച് റോഡിന് വർക്ക് നടക്കാനുള്ള സ്ഥലവും ഒക്കെ കാണാം. മുൻപ് അണ്ടർപാസ് ഇല്ലായിരുന്നു. അതിൻ്റെ ആവശ്യം ഉന്നയിച്ച് ജനങ്ങൾ സമരത്തിലായിരുന്നു. കഴിഞ്ഞ ജൂലൈയിൽ ഞാനെടുത്തൊരു ഫോട്ടോ ഇവിടെ ആഡ് ചെയ്യാം. അവർ ആവശ്യപ്പെട്ട പ്രകാരം ഇപ്പോൾ അണ്ടർപാസ് അനുവദിച്ച് അതിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു ലൈറ്റ് വെഹിക്കുലാർ അണ്ടർപാസ് ആണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. തൊട്ട് മുമ്പിട്ട വീഡിയോയിൽ ഈ സെൻറ്റർ ഡിവൈഡറിൽ ലൈറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള കേബിളിങ്ങിന് പൈപ്പ് ഇട്ടിട്ടില്ല എന്നൊരു പരാമർശം കണ്ടു. ഞാനും അതത്ര ശ്രദ്ധിച്ചിരുന്നില്ല. ഇപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ അതിൻ്റെ പീസുകൾ കൊണ്ട് വെച്ചിട്ടുണ്ട് ന്യൂ ജേഴ്സി ബാരിയറിൻ്റെ. അതിൽ ഇലക്ട്രിക്കൽ കേബിളിങ്ങിന് വേണ്ടിയിട്ടുള്ള പൈപ്പുകൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ തിരിച്ച് രാമച്ചമ്പിള ഭാഗത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒന്നും പ്രത്യേകിച്ച് നേരത്തെ അതിനെ അപേക്ഷിച്ചെടുത്ത് പറയത്തക്കായിട്ടുള്ള പണികൾ നടക്കുന്നില്ല. എന്നാലും നേരത്തെ പറഞ്ഞതുപോലെ സൈഡ് വാളിൻ്റെയൊക്കെ പണികൾ നടക്കുന്നുണ്ട്.
നമ്മൾ തിരുവാറാട്ടുകാവ് അമ്പലത്തിൻ്റെ മുൻവശത്തേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് രാമച്ചംവിള അണ്ടർപാസ് വരെ പോയി ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇവിടെ ഒന്നും പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക പണികളൊന്നുമില്ല. എന്നാലും ഒരു ചെറിയ ഡിസ്റ്റൻസിൽ അവർ ഗ്രാവലൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. ഒരു പക്ഷേ ടാറിങ്ങിൻ്റെ പ്രാഥമിക ഘട്ടത്തിലേക്ക് കടക്കാനുള്ളൊരു നീക്കമാണെന്ന് തോന്നുന്നു. ആറ്റിങ്ങൽ ചിറയൻകീഴ് റോഡ് പോലെ ഒരു സുപ്രധാനമായിട്ടുള്ളൊരു പാത ഈ വിധം കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. ഇതുവരെ ഇതിൻ്റെ പണികളൊന്നും, ഓവർപാസിൻ്റെ പണികളൊന്നും തുടങ്ങിയിട്ടില്ല എന്ന് പറയുന്നത് വളരെ നിരാശാജനകമാണ്. എന്ന് മാത്രമല്ല, ആവശ്യമുള്ള ഗർഡറിൻ്റെ പകുതി പോലും ഉണ്ടാക്കി വെച്ചിട്ടുമില്ല. ഇനി എന്നത്തേക്കാണിത് വെച്ചിരിക്കുന്നതെന്നും അറിയില്ല. ഇതിലൊന്നും ആരും വേണ്ടത്ര ശ്രദ്ധ പുലർത്തുന്നില്ല എന്നതാണ് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം. ജനപ്രതിനിധികളാവട്ടെ ഉദ്യോഗസ്ഥരാവട്ടെ ആരും ഇതിലൊന്നും ഇടപെട്ട് കാണുന്നില്ല. ഇനിയുള്ള ഒരു 6 മാസമാണ് കേരളത്തിൽ പണികൾ തീർക്കാൻ പറ്റിയ ഏറ്റവും കാലാവസ്ഥ അനുകൂലമായിട്ടുള്ള സമയം. ആ സമയത്ത് പോലും പണികൾ ഊർജിതമാക്കിയില്ല എങ്കിൽ 2026 ഈ റീച്ച് ഓപ്പൺ ആവുന്ന കാര്യം സംശയമാണ്. മാർച്ച് 28, 2024 വന്ന ഒരു വാർത്തയാണ് മനോരമ ലോക്കൽ പേജിൽ. ആറ്റിങ്ങൽ ബൈപ്പാസ് മേൽപ്പാലം നിർമ്മിക്കുന്നതിനായി റോഡ് കുഴിച്ചു, രാമച്ചംവിളയിൽ യാത്രാ ദുരിതം. 6 മാസത്തിലേറെയായി വാഹനങ്ങൾ താൽക്കാലിക റോഡ് വഴി കടന്നു പോകുന്നു എന്നാണ് വാർത്ത. അതായത് ഉദ്ദേശം സെപ്റ്റംബർ 2023 കുഴിച്ചിട്ട സ്ഥലമാണ് ഡിസംബർ 2024 ആയിട്ടും അതേപടി കിടക്കുന്നത്.